ആയിരങ്ങൾ സാക്ഷി. പ്രസിദ്ധമായ മടിയൻകുലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവത്തിന് ധന്യമായ സമാപനം. തെയ്യങ്ങൾക്കൊപ്പമുള്ള കലശങ്ങളുടെ ക്ഷേത്ര പ്രദക്ഷിണവും മീൻഗോവ സമർപ്പണവും ഭക്തിയും കൗതുകവും പകരുന്ന കാഴ്ചയായി. This news sponsored by Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. സമാപന ദിവസമായ ശനിയാഴ്ച വൈകിട്ട് വിവിധ കളരികളിൽ നിന്നും കാൽനടയായി ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ കലശങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പിന്നാലെ കോലധാരികൾ അണിയറയിൽ നിന്നും തെയ്യച്ചമയങ്ങൾ അടിയുന്നതിനായി ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. ഇതേസമയം മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മീൻഗോവ സമർപ്പണ സംഘവും മതിൽക്കെട്ടിന് പുറത്തുനിന്ന് പടികളിറങ്ങി ഈ ഭാഗത്ത് നിലയുറപ്പിച്ചു. മടിയൻകുലോത്ത് കലശത്തിന്റെ നാൾ കുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിത്താരിപ്പുഴയിൽ നിന്ന് മത്സ്യം പിടിക്കാനുള്ള അവകാശം മുഖയ സമുദായക്കാരിൽ മാത്രം നിക്ഷിപ്തമായിരുന്നു. കാപ്പ് കലക്കി മീൻ പിടിക്കുന്നതിനാണ് ഇങ്ങനെയൊരു സമ്പ്രദായം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്നത് നിലനിൽക്കുന്നില്ലെന്ന് ബന്ധപ്പെട്ടവർ പരിതപിക്കുന്നുണ്ട്. പുന്നക്കാൽ ഭൗതിക്ഷേത്രത്തിലെ സ്ഥാനികരും ഭാരവാഹികളുമെല്ലാം ചേർന്ന് സമർപ്പണത്തിനായി കൊണ്ടുവന്ന മീൻഗോവ അത്യന്തം നയനാനന്ദകരമായിരുന്നു. ഇങ്ങനെ കൊണ്ടുവരുന്ന ആകെ 7 കോവ മത്സ്യത്തിൽ 1 കോവ തന്ത്രിക്കും, 1 കോവ മൂലച്ചേരി നായരച്ചനും, 1 കോവ മടിയൻ നായരച്ചനും, 1 കോവ മടിയൻ കർണമൂർത്തിക്കും, മടിയൻ ചിങ്കത്തിനും, മടിയൻ പുല്ലൂരാനും, 1 കോവ മൂത്തേടത്ത് കുതിര്, പെരളം വയൽ, കിഴക്കങ്കര ഇളയടത്ത് കുതിര്, മടിക്കൈ പെരിയാങ്കോട്ട് കളരി എന്നിവയ്ക്കും, 1 കോവ പാറക്കാടനും പടിഞ്ഞാറ്റേനും, 1 കോവ തായത്ത് വീട് തറവാടിനും അത്തിക്കൽ വീട് തറവാടിനും പൂർവാചാര വിധിപ്രകാരം നൽകുന്ന ചടങ്ങ് ഇന്നും അതേപടി തുടരുന്നു. അടോട്ട് മൂത്തേടത്ത് കുതിര്, പെരളം വയൽ എന്നിവിടങ്ങളിലെ ഓരോ കലശവും, കിഴക്കങ്കര ഇളയടത്ത് കുതിര് വകയായി 2 കലശങ്ങളും, മടിക്കൈ പെരിയാങ്കോട്ട് ക്ഷേത്രത്തിന് കീഴിലുള്ള തീയർപ്പാലം കളരിയിൽ നിന്നുള്ള 2 കലശവുമാണ് പുറത്തെ കലശനാളിൽ എഴുന്നള്ളിച്ചത്. സകല ചരാചരങ്ങളെയും സാക്ഷിയാക്കി സന്നിധിയിൽ കാളരാത്രിയമ്മ, ക്ഷേത്രപാലകനീശ്വരൻ, നടയിൽ ഭഗവതി എന്നീ തെയ്യങ്ങളുടെ തിരുമുടി നിവർന്നതോടെ കലശങ്ങൾ ക്ഷേത്രം വലം വെച്ചു. കോലധാരികളായ മടിയൻ കർണമൂർത്തി, മടിയൻ ചിങ്കം, മടിയൻ പുല്ലൂരാൻ എന്നിവരാണ് മുറ തെറ്റിക്കാതെ തെയ്യക്കോലമണിഞ്ഞത്. പ്രദക്ഷിണ വഴിയിൽ ആർപ്പുവിളികളോടെ ബാല്യക്കാരും ഒത്തുചേർന്നതോടെ ഭക്തിയാവേശം കൊടുമുടിയേറി. ക്ഷേത്രപാലകന്റെ പ്രത്യേകവാദ്യമായ സാക്സഫോണും തിമിലയും കാതുകൾക്ക് ഇമ്പം പകർന്നു. കലശങ്ങൾ അലങ്കരിക്കുന്നതിനുള്ള കവുങ്ങൻ പൂക്കുലയും ചെക്കിപ്പൂവും പൂക്കാർ സംഘങ്ങൾ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇത്തവണയും പുറത്തെ കലശം നേരിൽ കാണാനായി ഈ അമരഭൂവിലെത്തിയത്. ഇതോടെ ഈ ദേശാധിപത്യ പരിധിയിലെ മറ്റൊരു തെയ്യക്കാലത്തിനും പരിസമാപ്തിയായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.